ഇന്ന് വളരെ അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഒരു ഇച്ചിരി സ്പെഷ്യലായിട്ടാണ് തുടങ്ങിയത്. ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ ദേ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഓരോ ഞായറാഴ്ചകളിലും ഞങ്ങളിങ്ങനെ അമ്പലത്തിലും പള്ളിയിലും എല്ലായിടത്തും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ പഴയ പോലെ ആവുന്നേ ഉള്ളൂ. വളരെ സൗണ്ട് തീരെ തന്നെ കുറവാണ്. അതിലുപരി എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നമ്മളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുകയും കൂടുതലായിട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയാൻ കേട്ടോ. കാരണം ഈ ഒരു അവസരത്തിലാണ് നമുക്കതൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെയൊക്കെ മനസ്സിലാക്കി നമ്മളോട് അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് കൂട്ടുകാരെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിലെ തൊഴലൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോരുന്ന വഴിക്ക് ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലും കൂടി കയറിയിട്ടോ. ഇവിടെയും നല്ല ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഒരുപാട് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിയാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ദിവസവും 2 നേരം ഇവിടെ ആഹാരം കൊടുക്കാറുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയി കഴിക്കാം. ഒരു നേരം തന്നെ ആഹാരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ദിവസവും 2 നേരം ആഹാരം കൊടുക്കുന്ന ഒരു സ്ഥലം വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്നിട്ട് ആഹാരം കഴിക്കാം. ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ലൊരു സന്തോഷം തരുന്നൊരു ദിവസം തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അറിവുകളാണല്ലോ. അപ്പോൾ ഇവിടെ പോകുന്നവരുണ്ടെങ്കിൽ അവിടെ കയറി തൊഴാനും സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക സഹായം ഈ അന്നദാനത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ പോയി ഒന്ന് സഹായിക്കുക. അപ്പോൾ അതേ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കണ്ടു. അങ്ങനെ ആളെയൊക്കെ കണ്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങി. അമ്പലവും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാമായിട്ട് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഈ അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നല്ല രീതിക്കൊന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളതേ പുറത്തേക്ക് ഇറങ്ങി കാണും. ഇലച്ചീന്തയിലെ പ്രസാദം കാണാനൊക്കെ എന്ത് രസമല്ലേ. അങ്ങനെ കുറേ പ്രസാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ദിവസം നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ പോരണ വഴിക്ക് ഫുഡ് കഴിക്കാൻ കരുതി ആര്യാസിൽ കയറി. രാവിലത്തെ അമ്പലത്തിൽ പോക്കും അത് കഴിഞ്ഞിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡും വളരെ അടിപൊളിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആര്യാസിൽ കയറി. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ മസാല ദോശയ്ക്ക് പറഞ്ഞേക്കാണ് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. സ്വരം തീരെയില്ല. എല്ലാം ഒന്ന് ഓക്കെ വരണേ ഉള്ളൂ. എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളും കഴിച്ചു, കുട്ടികളും കഴിച്ചു. അങ്ങനെ നല്ലൊരു മോർണിംഗ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.